ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനായിട്ട് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചു എന്ന് കാണിക്കാനായിട്ടാട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ദിവസം സ്കൂളിലേക്ക് എന്തൊക്കെ കൊണ്ടുപോകുന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് ഇടേണ്ട വീഡിയോ ആയിരുന്നു കേട്ടോ അത്. ഞാൻ വിട്ടുപോയോണ്ടാണ് കേട്ടോ ഇപ്പോൾ ഇടുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഗോകുവിൻ്റെ പടമുള്ള പൗച്ചാണ് കേട്ടോ മോന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അത് വേണമെന്ന് മോൻ കുറച്ച് നാളായി പറയുന്നു. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മോൾക്ക് ഇതുപോലത്തെ തന്നെ യൂണിക്കോണിൻ്റെ പടമുള്ള പൗച്ചാണ് കേട്ടോ വാങ്ങിച്ചത്. പിന്നെ 2 പേർക്കും ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പെൻസിൽ കേട്ടോ. പിന്നെ പേന നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ പുതിയതായിട്ടൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. പിന്നെ വീട്ടിൽ നിന്നൊക്കെ അമ്മയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ പെന്നൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെയാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ പോലെ വാങ്ങിച്ച പെന്നുകളും ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവർക്ക് എക്സ്ട്രാ നമ്മൾ 2 പൗച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മോൾക്കൊരു ബോക്സ്, മോനൊരു പൗച്ചാണ് കേട്ടോ. അപ്പോൾ മോൾക്ക് ഫ്രോസിൻ്റെ തീമിലുള്ള പൗച്ചാണ് ബോക്സാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ മുകളിലെ ക്യാമൽ ബോക്സ് പഴയതാണ്. അതിൽ കാപ്പിബാരയുടെ സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച് വെച്ചിട്ട് ആൾ കളർഫുള്ളാക്കിയിട്ടുണ്ട് കേട്ടോ. മോൻ്റെ പൗച്ച് എന്ന് പറയുന്നത് ഒരു ആസ്ട്രോണോട്ടിൻ്റെ തീമിൽ വരണതാണ്. അപ്പോൾ അതിലുള്ള പെന്നും പെൻസിലും ഇറേസറും ഷാർപ്പനറൊക്കെ ആ ആസ്ട്രോണോട്ടിൻ്റെ തീമിലാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ മോന് 2 കീ ചെയിനും ചെറിയൊരു നോട്ട് പാഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊന്നും നമ്മൾ സ്കൂളിലേക്ക് കൊടുത്തു വിടുന്നില്ല. സ്കൂളിലേക്ക് മെയിനായിട്ട് നമ്മൾ ഗോകുവിൻ്റെയും യൂണിക്കോണിൻ്റെയും തീമിലുള്ള പൗച്ചാണ് കേട്ടോ കൊടുത്തു വിടുന്നത്. കാരണം ക്യൂട്ടായിട്ടുള്ള തിങ്സൊക്കെ സ്കൂളിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ മറ്റുള്ള കുട്ടികൾക്ക് അതൊരു ബുദ്ധിമുട്ടാവില്ല. അതുപോലെ തന്നെ ഇവരത് വെച്ച് കളിച്ചിരിക്കുകയാണെങ്കിലും ടീച്ചേഴ്സിന് അത് ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് കൊടുത്തു വിടുന്നില്ല കേട്ടോ. ഇപ്പോൾ വീട്ടിൽ വെക്കാനാണ്, കുട്ടികൾക്ക് വീട്ടിൽ യൂസ് ചെയ്യാനായിട്ടോ. മോൾക്ക് അതിൽ ക്രയോൺസ് കിട്ടുന്നുണ്ട് കേട്ടോ. മോന് പിന്നെ ഇതിൽ ഹൈലൈറ്റേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അത് വീട്ടിൽ യൂസ് ചെയ്യാനായിട്ടാട്ടോ. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, ഈ എന്താ പറയുക ഷാർപ്പനർ. അപ്പോൾ ആസ്ട്രോണോട്ടിൻ്റെ ഒരു ക്യൂട്ടായിട്ടുള്ളതല്ലേ. അപ്പോൾ അത് ഇങ്ങനെ ഇടയ്ക്ക് നോക്കിയിരിക്കാറുണ്ട്. പിന്നെ നോട്ട്ബുക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നോട്ട്ബുക്ക് നമ്മൾ എജുമാട്ടിൽ നിന്നാട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ വലിയ നോട്ട്ബുക്കാട്ടോ വാങ്ങിച്ചത്. കഴിഞ്ഞാൽ എല്ലാ പ്രാവശ്യവും നമ്മൾ ചെറിയ നോട്ട്ബുക്കാണ് വാങ്ങാറ്. അപ്പോൾ മോൻ ഹൈസ്കൂളിലേക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ വലിയ നോട്ട്ബുക്ക് വാങ്ങിച്ചു. അപ്പോൾ മോള് പറഞ്ഞു മോൾക്കും വലിയ നോട്ട്ബുക്ക് മതിയെന്ന്. അപ്പോൾ നമ്മൾ വലിയ നോട്ട്ബുക്ക് വാങ്ങിച്ചു. ചെറിയ നോട്ട്ബുക്ക് ആകുമ്പോൾ 2 എണ്ണമൊക്കെ എടുക്കേണ്ടി വരും. പിന്നെ രണ്ടാമത്തെ ബുക്ക് എടുക്കുമ്പോഴും അധികം എഴുതാത്ത കാരണം കൊണ്ട് തന്നെ ബുക്ക് വേസ്റ്റായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് നമ്മൾ വലിയ ബുക്ക് വാങ്ങിച്ചത്. പിന്നെ ഇതാട്ടോ മോളുടെ ബാഗ് എന്ന് പറയുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ഫ്ലോറൽ തീമിൽ വരുന്ന ബാഗാണ് കേട്ടോ. ഒരു പിങ്കും ബ്ലൂവും ഒക്കെ ആയിട്ടുള്ള ഒരു തീമിൽ വരുന്ന ബാഗാണ്. നല്ല രസമുള്ള ബാഗാണ് കേട്ടോ. അപ്പോൾ മോൾക്ക് ക്യൂട്ടായിട്ടുള്ള ബാഗ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനിയത്തി ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ അവർക്ക് ബാഗൊക്കെ. അപ്പോൾ അങ്ങനെ കുറേ അറകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം സോഫ്റ്റാണ് തൊടുമ്പോൾ തന്നെ. അപ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ കൊള്ളും. അറകളുള്ളതുകൊണ്ട് തന്നെ മക്കൾക്ക് ബുക്കും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ബോട്ടിൽ വെക്കാനായിട്ട് 2 സൈഡിലും സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ മോൾ ഓരോന്ന് കാണിച്ചു തരാണ്. മോൾക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വാങ്ങിച്ച് തന്നു തൊട്ട് നോക്കണതാണ് കേട്ടോ. സ്കൂളിലേക്ക് പോകാനുള്ള ധൃതിയായിട്ടോ ഇതൊക്കെ കണ്ടപ്പോൾ. എനിക്കും പോകാൻ, നമുക്കും കാണുമ്പോൾ ഭയങ്കര ഇതല്ലേ. അപ്പോൾ അങ്ങനെ ഇതാണ് കേട്ടോ മോൻ്റെ ബാഗ്. മോൻ്റെ ബാഗ് എന്ന് പറയുന്നത് ഒരു ബ്ലൂവും ബ്ലാക്കും തീമിൽ വരണതാണ് കേട്ടോ. അപ്പോൾ ഹൈസ്കൂളൊക്കെ ആയില്ലേ. പിന്നെ മോനും ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് അത്ര വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. എന്നാലും ചില കാര്യങ്ങളൊക്കെ വേണമെന്ന് പറയും കേട്ടോ. ബോട്ടിലൊക്കെ അവർക്ക് അങ്ങനത്തെ വേണമെന്ന് കുറച്ച് നാളായി പറയണം. അപ്പോൾ നമ്മൾ വാങ്ങിച്ചു കൊടുക്കാതിരിക്കുകയായിരുന്നു, പെട്ടെന്ന് കേടാവും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇപ്രാവശ്യം വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ ആ ബോട്ടിലല്ല കേട്ടോ സ്കൂളിലേക്ക് കൊടുത്തു വിടുന്നത്. വേറെ സാധാ ഒരു ബോട്ടിലാണ് കൊടുത്തു വിടുന്നത്. ഇത് എപ്പോഴും അടയ്ക്കും തുറക്കുകയാകുമ്പോൾ അതിൻ്റെ ഒരു ക്ലിപ്പ് ഇതാവും ലൂസാവും എന്ന് പറഞ്ഞിട്ട് ചേട്ടാ അത് മാറ്റി കൊടുത്തു കേട്ടോ. അപ്പോൾ സ്പെഷ്യൽ ഡേയ്സൊക്കെ വരുമ്പോൾ അത് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് മോൻ്റെ ബാഗ് എന്ന് പറയുന്നത്. മോൻ്റെ ബാഗിൽ അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ കീ ചെയിൻ ഗിഫ്റ്റ് അതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ കീ ചെയിൻ മോൻ ബാഗും ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അവർക്ക് എല്ലാ പ്രാവശ്യവും ബ്രൗൺ പേപ്പറാണ് വാങ്ങാറ്. ഇപ്രാവശ്യം ഈ കളറുള്ള പേപ്പറാണ് കേട്ടോ വാങ്ങിച്ചത്. പിന്നെ നെയിം സ്ലിപ്പും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബായ്.